CBI സേതുരാമയ്യർ. വണക്കം സാർ. ഇവ CBI. മകളുടെ മരണം CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ആവേശം കണ്ടില്ല, കോപ്പറേഷനും ഉണ്ടായില്ല. കാരണം എന്തായാലും പറയാം. എന്താ പെട്ടെന്ന് ആവേശം തണുക്കാൻ കാരണം? മകളുടെ മരണത്തിന് പിന്നിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്ന് തോന്നിയോ? അതോ മകളോടുള്ള സ്നേഹം പെട്ടെന്ന് തീർന്നു? മോള് മരിച്ചതിന് ശേഷം ഇതാണ് ഇവളുടെ അവസ്ഥ. ദയവ് ചെയ്ത് സ്നേഹമില്ലെന്നൊന്നും പറയരുത്. എങ്കിൽ എന്താ ഈ മനംമാറ്റത്തിന് കാരണം? അത് കേസ് കൊടുത്തതിന് ശേഷം ഒരു ജോത്സ്യരെ കണ്ടപ്പോ പറഞ്ഞത് സംശയിക്കുന്നത് പോലെയുള്ള മരണമല്ല, എന്തോ കണ്ടു പേടിച്ചതാണ് മരണകാരണം. അത് ഏത് ജോത്സ്യനാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അയാളൊന്നും കാണുമല്ലോ. വെറുതെ ജോത്സ്യത്തെ പഴിയാറരുത്. പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഭയം വേണ്ട, ധൈര്യമാ ചൊല്ലുങ്കോ. நீங்கள் அனத்தினாலே எனக்கு கொஞ்சம் தைரியம். எனக்கு இருந்தது 2 குழந்தைகள். அதில் ஒன்று போச்சு. അവനാവത് ജീവനോടെ ഇരിക്കണം സാർ. ഭയന്നിട്ടാക്ക് സാർ സൈലന്റ് ആണ്. ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? അവ ആരാക്കും தெரியாது. കേസ് കൊടുത്ത് கொஞ்ச നാൾ കഴിഞ്ഞ് ഒരു നാൾ രാത്രി നാങ്ക വീട്ടിക്ക് വന്ന ടൈമില് തുറന്നിരിക്കേ. ഇപ്പൊ മകൾ ഒറ്റയ്ക്കാ താമസിയാതെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മകനും ഉണ്ടാവും ചേച്ചിക്ക് കൂട്ടിന്. ഇതുപോലെ മാലയിട്ട് ഫ്രെയിമിനുള്ളിലുണ്ട്. ആരാണോ തന്നോട് പറഞ്ഞത് മകളുടെ മരണം CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ? പറ, ആര് പറഞ്ഞിട്ടാ കേസ് കൊടുത്തത്? പറയണോ? ആരും പറഞ്ഞിട്ടല്ല, പിന്നെ തോന്നി കൊടുത്തു. കേസ് പിൻവലിക്കണം. കേസ് പിൻവലിക്കാൻ വേണ്ട, പക്ഷെ ആ കേസിൽ സഹകരിക്കരുത്. CBI ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഒഴിഞ്ഞു മാറണം. ഇനി നിർബന്ധിച്ച് ചോദ്യം ചെയ്താലും എന്തെങ്കിലും കളവ് പറഞ്ഞു ഓടിക്കണം രണ്ടുപേരും. കേറി സ്മാർട്ടായി വാ തുറന്നാൽ തനിക്കൊന്നും സംഭവിക്കില്ല. കോളേജിൽ പഠിക്കുന്ന മകൻ അസ്ഥിയാവും. ഏതെങ്കിലും ഒരു ബസ് അല്ലെങ്കിൽ ഒരു ലോറി, ഒരു ആക്സിഡന്റ്, അതിലെല്ലാം അവസാനിക്കും. നിങ്ങൾ ആരാ? അവരാരാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയൂ? അതിന് കഴിഞ്ഞേക്കും, പക്ഷേ എന്റെ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. മനസ്സിലായി. നിങ്ങൾക്കും മകനും ആപത്തുണ്ടാവുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല. മകൻ ഇപ്പൊ എവിടെയുണ്ട്? ഇവിടെ അടുത്ത് ചെറിയൊരു ജോലിയുണ്ട്. താങ്കൾ എന്ത് ചെയ്യുന്നു? ബാങ്കിലായിരുന്നു, ഇപ്പൊ VRS എടുത്തു. ഈ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലോ, അതിന് കാരണം മകൾ കൊല്ലപ്പെട്ടതായിരിക്കാമെന്ന വെറും സംശയം മാത്രമാണോ? അതോ? സംശയം മാത്രമല്ല സർ. പിന്നെ ഒന്ന് പോലീസിന്റെ അനാസ്ഥ, പിന്നെ മകൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ വന്നിരുന്നു, അതും ഒരു ഭീഷണിയായിരുന്നു. മകൾ ആരെയോ സ്നേഹിക്കുന്നുണ്ട്, താനെ പിന്മാറിയില്ലെങ്കിൽ പിന്മാറ്റും, ഇതാ പറഞ്ഞത്. അതും ആരാന്ന് പറഞ്ഞില്ല. ഇങ്ങനൊരു കാര്യം അന്ന് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞു കണ്ടില്ലല്ലോ. അന്ന് പോലീസ് മൊഴിയെടുത്തപ്പോ പറയാൻ വിട്ടുപോയതാ. പിന്നീട് ഓർമ്മ വന്നപ്പോ അവർ കേൾക്കാനും കൂട്ടാക്കിയില്ല. എല്ലാം അവസാനിപ്പിച്ച മട്ടില്ല സംസാരിച്ചത്. അപ്പോഴേക്കും ഭൂതവും പ്രേതവും ഒക്കെ എത്തിയല്ലേ? ഇതിനെക്കുറിച്ച് മകളോടൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ അത് വെറും ഫ്രണ്ട്ഷിപ്പാണെന്നാ പറഞ്ഞത്. ഫോൺ ചെയ്തത് ഏതെങ്കിലും അസൂയുള്ളവരായിരിക്കും എന്നോള് പറഞ്ഞു. എന്താ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞത്? പേര് പ്രദീപ് എന്നാ പറഞ്ഞത്. അല്ല, മരിച്ചു എന്ന് പറയുന്ന ദിവസം മോള് നിങ്ങൾക്ക് ഫോൺ ചെയ്യുകയോ നിങ്ങൾ മോൾക്ക് ഫോൺ ചെയ്യുകയോ ഉണ്ടായിട്ടുണ്ടോ? സംസാരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? ഞങ്ങൾ വിളിച്ചപ്പോ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ ചോദിച്ചപ്പോ പ്രദീപ് ആയിരുന്നു ലൈനിലെന്ന് പറഞ്ഞു.
ആരാ ഈ പ്രദീപ്? അത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർ. മോളുടെ മൊബൈൽ നമ്പർ എത്രയായിരുന്നു? മൊബൈൽ നമ്പർ ഓർമ്മയില്ല, നോക്കി പറയാം. വേണ്ട, ആ മൊബൈലിന്റെ അക്കാലത്തെ ഡീറ്റെയിൽഡ് ബില്ല് കിട്ടണം. സർ. ചാക്കോ വിളിക്കും, അപ്പൊ പറഞ്ഞു കൊടുത്താൽ മതി. ശരി സർ. വരട്ടെ. പ്രദീപിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാൾ ആരാണ്, എന്താണ്, ഒരു ഡീറ്റെയിൽസ് അറിയില്ല? ഇല്ല. ഇല്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല. എല്ലാം ഈസി ആൻസേഴ്സ്. സോറി, നിങ്ങളെ കുറിച്ചല്ല. ചാക്കോ, പെട്ടെന്നൊരു പ്രദീപ് ഈ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയോ സർ? മൈഥിലിയുടെ അച്ഛൻ കോടതിയിൽ പോയപ്പോ വീട്ടിൽ ഗുണ്ടകൾ വന്നു. അതുകൊണ്ട് ഭൂതങ്ങൾക്കും പ്രേതങ്ങൾക്കും മാത്രമല്ല മനുഷ്യർക്കും ഈ കേസിൽ താല്പര്യമുണ്ട്. ഇനി ചാക്കോ അത്ര പേടിക്കണം. കുറെയൊക്കെ എന്റെ പേടിയായിരിക്കും. പക്ഷെ സായിക്ക് ആ വീട്ടിലുണ്ടായ അനുഭവം, രാത്രിയിൽ മുറിയിൽ നിന്നുള്ള തിരോധാനം, അതൊക്കെ മിസ്റ്ററി അല്ലേ സർ? സായി കള്ളം പറഞ്ഞതല്ല, അത് മിസ്റ്ററി തന്നെ. ഈ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ മിസ്റ്ററിയെ നമുക്ക് നേരിടേണ്ടി വരും. അനീത, സായിയുടെ വുഡ്ബി, മൈഥിലിയുടെ അടുത്ത സുഹൃത്ത്. പ്രദീപനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? ഉണ്ടാവും സർ. സായി ഒന്ന് വിളിച്ചു നോക്കല്ലേ? സർ. Excuse me, Miss Anita. അകത്തുണ്ട്. Thank you. Sir, surf, play, SMS, and if you want, talk as well. Okay, thanks for calling. Good morning. Morning. Can I help you, sir? ഏത് പ്രോഡക്റ്റാ വേണ്ടത്? എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട്? ടാറ്റ ഇൻഡികോം ട്രൂ പെയ്ഡ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവീസ് ഉള്ള മൊബൈലാണ്. ആസ് ഇസ് ദ ഓൺലി പ്രീപെയ്ഡ് സർവീസ് ഇൻ ഇന്ത്യ വിത്ത് 100% ടോക്ക് ടൈം. ഓൾ ഇന്ത്യ കവറേജിന്റെ കാര്യത്തിൽ ഞങ്ങളാണ് മുന്നിൽ വിത്ത് ലേറ്റസ്റ്റ് CDMA ടെക്നോളജി. ഈ ഇൻവെസ്റ്റിഗേഷനെ പറ്റി വല്ല ടെക്നോളജി ഉണ്ടോ? അനിതയല്ലേ? സോറി സാർ, സായി പറഞ്ഞിരുന്നു വരുമെന്ന്. പെട്ടെന്ന് സാറ് കസ്റ്റമർ ആണെന്ന് വിചാരിച്ചിട്ടാ ഞാൻ. കസ്റ്റമർ അല്ലെന്ന് ആര് പറഞ്ഞു? ഐ എം എ ട്രൂ പെയ്ഡ് യൂസർ. അനിതയോട് അല്പം സംസാരിക്കാനുണ്ട്. പ്രദീപും മൈഥിലിയും സ്നേഹത്തിലായിരുന്നു എന്ന് ഞങ്ങൾ ചിലർക്ക് മാത്രമേ അറിയാവൂ. വെരി സ്ട്രോങ് ലവ്. അതെ സർ. പക്ഷേ രശ്മി പോലീസിന് കൊടുത്ത മൊഴിയിൽ കാമുകനുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പോലീസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നു സർ. മൈഥിലിയുടെ മരണം പറഞ്ഞ് പ്രദീപ് വന്നിരുന്നു? ഇല്ല സർ. പ്രദീപ് എന്താണെന്ന് വരാതിരുന്നത്? അതറിയില്ല. അതിനുശേഷം ഞാൻ പ്രദീപിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടേ ഇല്ല? ഇല്ല സർ. സർ, പ്രദീപ് വളരെ നല്ല ആളാ. ഈസ് എ ഗുഡ് ഫ്രണ്ട്. ആ മറുപടിക്കുള്ള ചോദ്യം ഞാൻ ചോദിച്ചില്ലല്ലോ. കൂട്ടുകാരുടെ മരണത്തെ കുറിച്ച് അനിതയുടെ അഭിപ്രായം എന്താ? അണിമംഗലത്ത് ഒരുപാട് ദോഷങ്ങളുണ്ട്. മൈഥിലി മാത്രമല്ല, ശങ്കരമാവന്റെ ഭാര്യ ഉഷമായി മരിച്ചത് എന്തോ കണ്ട് ഭയന്നിട്ടാ. സായിയുടെ അനുഭവം കൂടി ആയപ്പോ ചാക്കോയ്ക്കൊരു കൂട്ടായി. ഞാൻ ആ ചിന്തയൊക്കെ എന്നേ വിട്ടു സർ. ഈ പ്രദീപിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? പ്രദീപിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല. എന്തെങ്കിലും? പ്രദീപിന്റെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛനൊരു ക്രിസ്ത്യാനി സ്ത്രീയെ വിവാഹം കഴിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും അറിയില്ല സർ. ആരോട് ചോദിച്ചാൽ അറിയാം? രശ്മിയോട് ചോദിച്ചു നോക്കാം. എങ്കിൽ വേഗം വേണം. ശരി സർ. ഈ രശ്മി ഇപ്പൊ എവിടെ ഉണ്ട്? തൃശ്ശൂരില്. എന്താ സർ? ഒന്നുമില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ടാറ്റ ഇൻഡികോം. CBI-ക്കാര് വരട്ടോ? അത് എനിക്കെന്താ, അവര് മുമ്പ് വന്നിട്ടുള്ളൂ അല്ലേ? അന്നത്തെ അവസ്ഥയല്ല ഇന്ന്. അവിടെ സംഭവിച്ചതൊക്കെ ജനങ്ങൾ ഏതാണ്ട് മറന്ന മട്ട. CBI-ക്കാര് വീണ്ടും വന്ന എല്ലാ പ്ലാനും പൊളിയും. പ്ലാനോ? കാപ്ര തന്നെയല്ലേ പറഞ്ഞത്, ആ സ്ഥലം കിട്ടുന്ന വരയ്ക്ക് അങ്ങ് വിറ്റേക്കാൻ. അതിന് വളരെ ബുദ്ധിമുട്ടിയ ഒരു ബയറെ ഉണ്ടാക്കിയത് എന്റെ സുഹൃത്ത് ഒരു ഡോക്ടർ ബാബു. അവിടെ ഒരു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ. അയാൾക്ക് ഈ ഭൂതത്തെയും വിശായനെയൊന്നും പേടിയില്ല. പക്ഷെ പോലീസ് കേസ് എന്നൊക്കെ കേട്ടാൽ അണിമംഗലം പാലത്തിനിപ്പുറത്ത് അയാൾ കാലെടുത്ത് കുത്തത്തില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? എങ്ങനെയാ അവരുടെ വരവ് തടയണം? തനിക്ക് ഭ്രാന്തുണ്ടോ? അങ്ങനെ തടയാൻ ഞാൻ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത്. അത് പറയണ്ട. CBI ഇനി അണിമംഗലത്ത് വരരുത്. ഏത് മരണം ഉപയോഗിച്ചും അത് തടയണം. പണി 3 കഴിഞ്ഞു, അവരെ കണ്ടില്ലല്ലോ. രാവിലെ വരാന്ന് പറഞ്ഞതാ. അവർ വരില്ല.
ഡോക്ടർക്ക് എന്താ എത്ര നിശ്ചയം? CBI അല്ല, ഇനി അതിനപ്പുറത്തൊരു പി കൂടെ ഉണ്ടെങ്കിൽ അതും വരില്ല. അത് പറയാൻ പറ്റത്തില്ല. അവൻ പല വേഷത്തിലും വരും. അന്ന് തന്നെ വന്നത് ഗമ ഡയറക്ടറായിട്ടല്ലേ? ഗമയോ? മെഗാ ഡയറക്ടറായിട്ടല്ലേ? ഒന്ന് പോടോ. മുകളിൽ തെക്കിനിയുടെ വാതിൽക്ക കെട്ടിവെച്ചിട്ടില്ലേ ഒരു രക്ഷ? അത് ചില്ലറ സാധനമല്ല. അത് വരുത്തില്ല അവരെ. IPS പേടിച്ച് വിറച്ചില്ലേ എന്ന്. രാവിലെ മുതലേ നോക്കിയിരിക്കായിരുന്നു സർ. ഞങ്ങൾ ഇടയ്ക്ക് ഒരല്പം താമസിക്കുന്നു തോന്നുന്നു. അകത്തേക്ക് പോവാം സർ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആ കുളം ഒന്ന് കാണും. പോലീസ് സ്റ്റോക്ക് തേടിപ്പോയില്ലേ ആ കുളം? ഷുവർ സർ. അത് ആ ഭാഗത്താ. സർ, പോലീസ് സ്റ്റോക്ക് അന്ന് ഇവിടം വരെ വന്നിരുന്നു. ഇവിടെ ഒരു തമിഴൻ ഉണ്ടായിരുന്നല്ലോ, അയാളെവിടെ? അയാൾ അപ്പുറത്താണ് സർ താമസം. വേലുവിന്റെ വീട് എവിടെയാ? സ്വന്തം ഊര് വന്ന അമ്മയപ്പൻ. അനെ കുറെ വർഷമായി കേട്ട. അമ്മയപ്പനോ? ആ, തമിഴ്നാട്ടിൽ അമ്മയപ്പൻ എന്നൊരു സ്ഥലമുണ്ട് ചാക്കോ. വാ വേലു, 2-3 കരിക്കിട്. ശരിയമ്മ. ഇവരെന്തിനാ വന്നത്? അന്വേഷിക്കാനോ അതോ പറമ്പളക്കാനോ? നിങ്ങളന്ന് ഏത് മുറിയിലാ കിടന്നിരുന്നേ? ദാ ആ മുറിയില. ഞാൻ ശങ്കരൻ. അല്ല, ശങ്കരേട്ടൻ. ഈ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാരും എനിക്കറിയാം. കൃഷ്ണൻ നായർ അല്ലേ? അല്ല, ഡോക്ടർ കൃഷ്ണൻ നായർ. ഓ, അത് വിട്ടു, സോറി. അതൊരു പോലല്ലേ? സൈ. സർ, ഇവിടെയാ ആ കുട്ടിയുടെ ബോഡി കിടന്നത്. ഇതാണ് സർ അനിത പറഞ്ഞ ബെഡ്റൂം. ഈ മുറി ഒന്ന് പരിശോധിക്കണമല്ലോ. നോ,
അത് നടക്കില്ല. ആ കെട്ടിയിരിക്കുന്നത് രക്ഷയാണ്, അടക്കം. അത് പൊട്ടിച്ചകത്ത് കയറി പരിശോധന നടക്കില്ല. അങ്ങനെ കയറി വാശി പിടിക്കല്ലേ, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, പരിശോധിച്ചേ പറ്റൂ. പരിശോധന കഴിഞ്ഞ് നിങ്ങൾ പോകും. ഞങ്ങൾ കുറെ മനുഷ്യർ ഇവിടെ ജീവിക്കുന്ന കാര്യം മറക്കരുത്. മനസ്സിലായി? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ട് മുറി പരിശോധിക്കണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ പരിശോധിക്കാതെ നിവൃത്തിയില്ല. ആ മുറിയുടെ ഫോട്ടോയൊക്കെ പോലീസ് ഒരുപാട് എടുത്തിട്ടുണ്ട്. അത് നോക്കി പരിശോധിച്ചാ മതി. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുക, അതാണ് അതിന്റെ ഭംഗി. അതല്ലേ ശരി? ഈ രക്ഷ കെട്ടിയ ആളോട് തന്നെ നമുക്കതിന്റെ പോംവഴി ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാം. കാപ്പറെ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം എപ്പോഴാ വരികയെന്ന് അറിയില്ല. കാപ്ര വരട്ടെ, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കാപ്ര വരുമ്പോ അറിയിക്കാം, അപ്പ വന്നാ മതി. അത് പറ്റില്ലല്ലോ ഡോക്ടറെ, മുറി പരിശോധിക്കാതെ ഞങ്ങൾ പോവില്ല. എല്ലാമേ ഉടച്ചു പോച്ചേ. കടവുള്ളി, അയ്യോ എന്താ ഇത്? എന്റെ ഭഗവതി, ഇത്രയും വലിയ ഷെൽഫ് എങ്ങനെയാ മറിഞ്ഞു വീണത്? ഷെൽഫല്ല, ഊരയും വീഴും. എന്തൊക്കെ ദുരിതങ്ങളാണോ ഇവിടെ നടക്കാൻ പോണേ. മനുഷ്യന് അഹങ്കാരം കൂടിയാ ഇതിനപ്പുറവും നടക്കും. എന്താടാ സംഭവിച്ചത്? ഞാൻ അടുത്ത മുറിയിൽ വേല ചെഞ്ചിട്ടിരിക്കുമ്പോ വലിയ ചത്തം കേട്ട് ഓടി കൊണ്ട് നോക്കിയപ്പോ ദേ, കളി കാപ്രയോട് വേണ്ട. ചാക്കോ സർ, കാപ്രക്ക് എന്താ ഈ കുപ്പിയോടും ചില്ലിനോടും ഒക്കെ ഇത്ര ദേഷ്യം? ദേഷ്യമല്ലേ സർ, ഹോബിയാണ്. ഉം.